ഒരാഴ്ചയോടടുപ്പിച്ച് നല്ല രീതിയിൽ വെയിലേൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇനി വീണ്ടും വില്ലൻ കടന്നു വരുന്നെന്നും രാത്രിയാത്ര അടക്കം നടത്തുന്നവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ചില മുന്നറിയിപ്പുകളുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പങ്കുവയ്ക്കുന്നത്. പല ജില്ലകളിലായി ഇനിയുള്ള 5 ദിവസത്തേക്കുള്ള മഴ സാധ്യത ഏറെ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ദുർബലമായ കാലവർഷം ഈ മാസം പകുതിയോടുകൂടി പിന്നെയും ശക്തി പ്രാപിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇതിലൂടെ നൽകുന്നത്. കുതിർന്ന മണ്ണിലേക്ക് വീണ്ടും കനത്ത മഴ പെയ്തിറങ്ങി പ്രകൃതി ദുരന്തങ്ങൾക്കടക്കം സാധ്യത കൽപ്പിക്കുന്ന ഒരു മുന്നറിയിപ്പാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത്. 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കഴിഞ്ഞു. ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്നാണ് ആദ്യം കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പിൽ പറയുന്നത്. പിന്നീട് ഇത് ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ജൂൺ 10, 11 തീയതികളിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് ഇതിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ദിവസങ്ങളിലായി 6 ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പ് കൊടുത്തത്. 10-ാം തീയതി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 11-ാം തീയതി ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾക്കും 12-ാം തീയതി ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യെല്ലോ അലർട്ട് എന്നാൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഇനിയുള്ള ദിവസങ്ങളിലേക്കുള്ള പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകി കഴിഞ്ഞു. 8-ാം തീയതി മുതൽ 12-ാം തീയതി വരെ സൊമാലിയ തീരം, അതിനോട് ചേർന്ന തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ, തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി മേഖല എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. 8-ാം തീയതി ആൻഡമാൻ കടലിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 9-ാം തീയതി തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഇനി 10 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, വടക്കൻ തമിഴ്നാട് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരത്ത് 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ മുന്നറിയിപ്പുള്ള സമുദ്രമേഖലകളുടെ വ്യക്തതയ്ക്ക് വേണ്ടി ഇതിനോടൊപ്പം പ്രത്യേക ഭൂപടവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മെയ് അവസാന വാരത്തോടെ ആരംഭിച്ച മഴയിൽ സംസ്ഥാനത്ത് വ്യാപകമായി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ആവശ്യത്തിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ അധികൃതർക്ക് നിർദ്ദേശവും നൽകി കഴിഞ്ഞു. പ്രത്യേകിച്ചും മഴക്കാലപൂർവ്വ ശുചീകരണം, മഴക്കാല രോഗങ്ങൾ പ്രതിരോധിക്കാനായി അതിൻ്റെ പരിപാടികൾ തദ്ദേശ തലത്തിൽ തന്നെ ശക്തമാക്കണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അടുത്ത ആഴ്ചയോടെ സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകുന്നത്. ജൂൺ 10, 11 തീയതികൾ മുതൽ കാലവർഷം സജീവമാകുമെന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച ലഭിച്ചതുപോലെയുള്ള അതിതീവ്ര മഴയ്ക്ക് സാധ്യതയില്ലെന്നും പറയപ്പെടുന്നു. എന്നിരുന്നാലും മഴ വലിയ തോതിൽ പെയ്തിറങ്ങുമെന്ന കാര്യം പ്രതീക്ഷിക്കുക. ദുർബലമായ കാലവർഷം ശക്തി പ്രാപിക്കാൻ ഈ മാസം പകുതിയെങ്കിലും പിന്നിട്ട് കഴിയണം. ഇനി പെയ്യുന്ന മഴയ്ക്ക് ശക്തി കൂടിയാൽ അത് പ്രകൃതി ദുരന്തങ്ങൾക്കടക്കം സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. സീസണിൽ ഇതിനോടകം തന്നെ കിട്ടിയ മഴ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയ വെള്ളത്തിൻ്റെ അളവ് വർദ്ധിച്ചു വന്നിരിക്കുന്നു. ഇത് തന്നെയാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്. കുതിർന്ന മണ്ണിലേക്ക് ഇനിയും മഴ ശക്തമായി പെയ്തിറങ്ങിയാൽ മണ്ണിടിച്ചിലിനടക്കം സാധ്യതയുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. മെയ് മാസത്തിൽ മഴ ശക്തമായിരുന്നെങ്കിൽ പോലും ജൂണിൽ കാലവർഷം അപ്രതീക്ഷിതമായി തന്നെ അങ്ങ് ദുർബലമായി. ജൂൺ 1 മുതൽ ഇന്നലെ വരെയുള്ള 6 ദിവസത്തിൽ 54% മഴയുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. 98.4 മില്ലിമീറ്റർ മഴ കിട്ടേണ്ടിയിടത്ത് 45.3 മില്ലിമീറ്റർ മഴ മാത്രമാണ് കിട്ടിയത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും കഴിഞ്ഞ 6 ദിവസം മഴ കുത്തനെ കുറഞ്ഞു. ഇടുക്കിയിലാണ് ഏറ്റവും കുറവുണ്ടായത്. 81% കുറവുണ്ടായിട്ടുണ്ട്. രണ്ടാമത് മഴക്കുറവിൽ എത്തി നിൽക്കുന്ന ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ്. 71%. അതിന് പിറകിൽ വയനാട് 67%, തിരുവനന്തപുരത്ത് 65%, പാലക്കാട് 63% എന്നിങ്ങനെയാണ് നിലവിലുള്ളത്. പതിവിലും 8 ദിവസം നേരത്തെ മെയ് 24-ാം തീയതി മൺസൂൺ തുടങ്ങി. അറബിക്കടലിലും ബംഗാൾ കടലിലും കനത്ത ന്യൂനമർദ്ദം രൂപം കൊണ്ടതുകൊണ്ട് തന്നെ തുടക്കത്തിൽ കാലവർഷം ആഞ്ഞടിച്ചു. പിന്നീട് ന്യൂനമർദ്ദവും പടിഞ്ഞാറൻ കാറ്റും ദുർബലമായപ്പോൾ ഈ മഴ പതിയെ പെയ്തിറങ്ങുന്നത് കുറഞ്ഞു.
മെയ്യിൽ കിട്ടിയ മഴ തുടർച്ച ജൂണിൽ ഉണ്ടായിരുന്നില്ല. പ്രതീക്ഷിച്ച മഴ ജൂണിൽ പെയ്യാൻ ഇടയില്ലെന്നാണ് വിവിധ കാലാവസ്ഥാ ഏജൻസികൾ സൂചനകൾ പങ്കുവയ്ക്കുന്നത്. ജൂണിലെ മൺസൂൺ സാധ്യതകളാണ് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ജൂൺ 10-ന് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ പ്രവചനമുണ്ടായിരുന്നു. അതനുസരിച്ച് 12 മുതൽ 17 വരെ രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ മഴയുണ്ടാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. പിന്നാലെ ആന്ധ്രാതീരത്ത് ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റിനടക്കം സാധ്യത കൽപ്പിക്കുന്നു. ജൂൺ 14-15 തീയതികളോടടുത്ത് മധ്യ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. അതിൻ്റെ ഫലമായി 17 വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പറയുന്നു. അറബിക്കടലിൽ പുതുതായി ന്യൂനമർദ്ദമോ ചക്രവാത ചുഴികളോ ഉണ്ടാകുമെന്ന അറിയിപ്പൊന്നും പറഞ്ഞിട്ടില്ല. 12 മുതൽ 17 വരെ ആയിരിക്കും മഴ ശക്തമാകുന്നത്.